മോഷണക്കുറ്റം ആരോപിച്ച് 6ാം ക്ലാസ്സുകാരനെ ഫാനിൽ തലകീഴായി കെട്ടിത്തൂക്കി. പുനലൂർ വെട്ടിത്തിട്ടയിലെ ലിവിംഗ് വാട്ടർ ബോർഡിംഗ് സ്കൂളിലാണ് സംഭവമുണ്ടായത്. പരാതിയെ തുടർന്ന് പുനലൂർ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. ബോർഡിംഗ് സ്കൂളിലെ പാചക തൊഴിലാളിയുടെ 500 രൂപ മോഷ്ടിച്ചു എന്നാരോപിച്ചാണ് 6ാം ക്ലാസ് വിദ്യാർത്ഥിയെ ഫാനിൽ കെട്ടിത്തൂക്കിയത്. ഞെട്ടിക്കുന്ന വാർത്തയാണ്. മനോജ് പുനലൂർ ചേരുന്നു. മനോജ്, എന്താണ് ഈ സംഭവം? പോലീസിന്റെ എഫ്ഐആർ വിശദമാക്കുന്നത് എങ്ങനെയാണ്? സജിത്ത്, ഏറെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുനലൂരിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. മോഷണക്കുറ്റം ആരോപിച്ചാണ് പുനലൂർ വെട്ടത്തിട്ട ലിവിംഗ് വാട്ടർ എന്ന ബോർഡിംഗ് സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയെ ഫാനിൽ തലകീഴാക്കി തൂക്കിയതായി ഉള്ള വാർത്തകൾ വരുന്നത്. അവിടുത്തെ പാചക തൊഴിലാളിയുടെ 500 രൂപ മോഷണം കാണാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് അവിടെ ഉണ്ടായിരുന്ന സഹോദരങ്ങൾ മോഷ്ടിച്ചു എന്ന് ആരോപിച്ചാണ് തുടക്കം. അവസാന സെക്യൂരിറ്റി ജീവനക്കാരൻ അതിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയെ ഫാനിൽ തലകീഴായി കെട്ടിത്തൂക്കി. അതിന് കൃത്യമായ മറുപടി നൽകിയില്ലെങ്കിൽ ഫാനിൽ നിന്നും അഴിച്ചുവിടില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സംഭവത്തിന് ശേഷം കുട്ടികൾ വീട്ടിൽ എത്തി ബന്ധുക്കളോട് വിവരം പറഞ്ഞപ്പോഴാണ് ഈ ഞെട്ടിക്കുന്ന സംഭവം പുറംലോകം അറിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പുനലൂർ പോലീസിൽ പരാതി നൽകുകയും കഴിഞ്ഞ ദിവസം പോലീസ് എഫ്ഐആർ ഇട്ടു എന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. സെക്യൂരിറ്റി ജീവനക്കാരനും പാചക തൊഴിലാളിയും പോലീസിന്റെ കസ്റ്റഡിയിൽ ഉണ്ട് എന്നുള്ള വിവരവുമാണ് ഇപ്പോൾ വരുന്നത്. സജിത്ത്, ഇത് മനോജ്, ഇതിൽ കുടുംബം ഉന്നയിക്കുന്ന ആക്ഷേപം എങ്ങനെയാണ് ഇങ്ങനെ ഒരു രീതി നടക്കുന്നത്? ഒരു കുട്ടിയെ കെട്ടിത്തൂക്കി എന്ന് പറയുമ്പോൾ ഈ സംഭവത്തിൽ ഇപ്പോൾ പോലീസ് എന്ത് തരത്തിലുള്ള അന്വേഷണമാണ് ആരംഭിച്ചിരിക്കുന്നത്? പോലീസ് വളരെ നിസ്സംഗഭാവമായിരുന്നു കഴിഞ്ഞ ദിവസം പരാതി കൊടുത്തതിന് ശേഷം ഉണ്ടായത്. ഈ മാധ്യമങ്ങൾ അറിഞ്ഞതിന് ശേഷമാണ് അല്പമെങ്കിലും പോലീസിന്റെ ഭാഗത്തുനിന്നും ഒരു നീക്കം ഉണ്ടായി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ.